പോവാടാ പോവാടാ കയറി ആ പോണ അത്രയും പോ. എന്ത് ഹലോ യൂട്യൂബ്, മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ എൻ്റെ കൂട്ടുകാരുമായി നടത്തിയ ഒരു മനോഹരമായ യാത്രയാണ്. നമ്മൾ ഈ യാത്രയിൽ പോകുന്നത് നിങ്ങൾ എല്ലാവരും ഇൻട്രോയിൽ കണ്ടതുപോലെ കൂടലിലേക്കാണ്. പത്തനംതിട്ട കോന്നി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം അതിമനോഹരം തന്നെയാണ്. അത്രയും മനോഹരമായ ഈ ഗ്രാമത്തിൽ ഞങ്ങൾ കണ്ട വാട്ടർഫാളും വ്യൂ പോയിന്റുമാണ് ഈ വ്ളോഗിലുള്ളത്. എന്നാൽ എങ്ങനെയാ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ രാവിലെ തന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് യാത്ര തിരിച്ച നമ്മൾ അഞ്ചാളും ഉച്ചയോടെ തന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിച്ചേർന്നു. പുതിയ രീതിയിലുള്ള വീട് മനസ്സിൽ പ്രതീക്ഷിച്ച് പോയ ഞാൻ അവിടെ കണ്ടത് പഴയ രീതിയിലുള്ള ഒരു മനോഹരമായ ഒരു തറവാട് തന്നെയായിരുന്നു. ഒട്ടും വൈകാതെ തന്നെ നമ്മൾ ലഗേജ് എല്ലാം എടുത്തു വച്ചു വാട്ടർഫാൾ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. അപ്പോൾ നമ്മൾ പോയ ആ വാട്ടർഫാളിൻ്റെ പേരെന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയണ്ടേ? ഇരപ്പൻചാൽ എന്നായിരുന്നു ആ വാട്ടർഫാളിൻ്റെ പേര്. അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നല്ലോണം വെള്ളം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. വീട്ടിൽ നിന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ മാറിയാണ് ഈ വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാറിൽ തന്നെയാണ് അങ്ങോട്ട് യാത്ര തിരിച്ചത്. കാറ് റോഡിൽ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ താഴേക്ക് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. റബ്ബർ മരങ്ങളുടെ ഇടയിൽ കൂടെയുള്ള ഈ വഴി ചെന്ന് കയറുന്നത് കാടിൻ്റെ ആംബിയൻസ് ഉള്ള ഒരു സ്പോട്ടിലേക്കാണ്. അത് ചെന്നെത്തുന്നത് നമ്മുടെ ഈ വാട്ടർഫാളിലേക്ക്. റോഡിൽ നിന്ന് വാട്ടർഫാൾ വരെയുള്ള വഴി മനോഹരമാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം പുളിയും പാസ്സാക്കി നമ്മൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് സെക്കൻഡ് ഡേയിലേക്കാണ്. സെക്കൻഡ് ഡേ നമ്മുടെ ട്രക്ക് ഡേ ആണ്. പുലർച്ചെ 5:30 തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ച് സ്പോട്ടിലെത്തി. ബാക്കി കാഴ്ചകൾ ശേഷം സ്ക്രീനിൽ തന്നെ കാണാം. സൺറൈസ് കിട്ടാൻ ചാൻസ് കുറവാണ്. ശ്രീരാമ കയറ്. എന്ത് എന്തി
കയറി പോവാടാ. ഇത്രയും വന്നിട്ട് അങ്ങോട്ടൊക്കെ ഭയങ്കര തെറ്റലാണ്, അതാണ് വിഷയം. പോവാടാ കയറി. പോണ അത്രയും പോ. രാവിലെ ഡാർക്ക് അടിക്കാ. ഇല്ല, ഇത് ഹൈവേ, മലയോര ഹൈവേ പോണ ഇതാണ് റൂട്ട്. എടാ അവിടെയൊക്കെ വഴുക്കലാണ്, ഇതിലേ കയറി വാ. ഡേയ് ഇതിലേ കയറി വാ. ചെടിയുടെ മാക്സിമം ചെടി തൊടാതെ വാ. തെളിഞ്ഞ സ്ഥലത്തോടെ നടന്നത്. നമുക്കിവിടെ സ്റ്റേ അടിക്കണം. ഇത് കിട്ടൂല കേട്ടാ, സൺറൈസ് കിട്ടൂല. കേറ്. സ്പൈഡർമാൻ സ്പൈഡർമാൻ ടെറ്റനാന സ്പൈഡർമാൻ. നീ കൈ പിടിച്ചും കേറിയാ മതി. കേറ്, കൈ പിടി. റൈസ് അല്ലേ അഹമ്മദേ, ഇങ്ങോട്ട് കണ്ട ചറുകി അങ്ങ് താഴെ നോക്കിയാൽ മതി. ടെന്റ് അടിക്കാടാ. അപ്പോൾ ഇവിടുത്തെ വ്യൂ എല്ലാം കണ്ടതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിനേക്കാളും മനോഹരമായ വേറൊരു വ്യൂ പോയിൻ്റ് ഉള്ളതായിട്ട് അറിഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. കാടിൻ്റെ ആംബിയൻസ് ഉള്ള അത്യാവശ്യം നല്ലൊരു റൂട്ട് തന്നെയാണിത്. പക്ഷേ ഇത് പോകുമ്പോൾ നിങ്ങളുടെ റിസ്കിൽ തന്നെ പോകണം, കാരണം ഇതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഓക്കെ, ഇതിനും കാരണോടാ ഇനി. അടച്ചിടാ കോറി, ഇവിടെ അടച്ചേക്കണ്ട, അതാണ് വിഷയം. ഓ
അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മ കൂടി നമുക്ക് സമ്മാനിച്ച പത്തനംതിട്ടയ്ക്ക് ഒരു ഗുഡ് ബൈയും പറഞ്ഞ് നമ്മൾ യാത്ര തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വ്ളോഗുമായി പിന്നെ കാണാം. ഗുഡ് ബൈ.